Georgia, write me up and all I want you. In my arms will let me hold ya. I'll never let you go again like I did or used to say. I would never fall in love again until I found her. I said I would never fall unless it's you I fall into. I was lost in the darkness, but then I found her. I found you. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it, darling. You were perfect tonight. Georgia pulled me in. I asked to love her. Once again you fell. I caught ya. Never let you go again like I did or used to say. I would never fall in love again until I found her. I said I would never fall unless it's you I fall into. I was lost in the darkness, but then I found her. I found you. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, we give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. And now let the weak say,
Son, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Let the poor say, I am rich because of what the Lord has done for us. Give thanks. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ വൈദികരും പ്രിയ മാതാപിതാക്കളെ, യേശുവിനെ ആദ്യമായി സ്വീകരിക്കുന്ന ഒരു മാതാപിതാക്കൾ ഒരു കൃത്യമായ സന്തോഷകരമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം ഈ അന്താരാഷ്ട്രീയ ദൈവം നൽകുന്ന സമ്മാനമാണ് മക്കൾ. ജ്ഞാനസ്നാനമെന്ന കൂടാശ നൽകി കുംഭസാരമെന്ന കൂടാശയ്ക്കും വിശുദ്ധ കുർബാന കൂടാശയ്ക്കുമാണ് അവരെ ഒരുക്കി ആ മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും ഈ മകളെ അന്താരിക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. ഈ മകളുടെ ആഹാര വളർച്ചയുടെ ഒരു പടി കൂടി നാം കടന്നിരിക്കുന്നു. ആധ്യാത്മിക വളർച്ച മാത്രമല്ല, ഭൗതികമായി ശാരീരികമായ വളർച്ചയും മാതാപിതാക്കൾ കരുതലോടുകൂടി ഈ മകൾ വളർത്തുന്നു. ഈ മകളുടെ വളർച്ചയുടെ സന്തോഷമാണ് മാതാപിതാക്കൾക്ക് നൽകുന്നത്. ഈ സന്തോഷത്തിലെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബന്ധുക്കളായ മുഖങ്ങളിലൂടെ കാണാൻ സാധിക്കും. മകളുടെ ഈ വളർച്ച യേശുവിനെ ആദ്യമായി സ്വീകരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിൽ തന്നെ സമർപ്പിക്കാം. സഹോദരീ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. Visit
അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ വളർന്നാൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പരിത്രാണത്തിന് ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടി എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിൻ്റെ വചനം. ഞാൻ രക്ഷയുടെ പാനപാത്രവും ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെയും പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കും. സഹോദരരെ, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയമായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. കർത്താവിൻ്റെ വചനം. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പെസഹാ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ
എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊടുത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവർ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞതുപോലെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. Movies like Avengers or superhuman movies. You watch? Okay. You know Iron Man, Superman. You know these characters, right? Yeah. So all these characters, they have some kind of a supernatural inbuilt power is there. So when they inherit that power, they always do anything that is unimaginable. That is, whatever they do, whatever a human can do, they do beyond that one, unimaginable way. For example, sometimes the Superman, he just lifts the bus and flies in the air. An ordinary human being can't do that. But a man with a supernatural power, he can do that. So he got a power, okay, that is unimaginable power that he got, the strength he got to lift a bus. And if you know the Batman, you know Batman? Yeah. So Batman also got when you look at him, he's just an individual, wearing a suit and shirts and just as usual. But when he worships the god, the costumes, the power comes to him. And he does unimaginable stuff. Unimaginable. Any human being can't do that. Only the man with his supernatural power can do that. Unimaginable things. So today you are going to receive that supernatural power. And the name of that power is called Jesus. So you are going to receive a power. That power will help you to lead a life that according to the will of God. So to come and to taste that power, first and foremost, you should have the heart to receive that power. And today you are going to receive that power. And once you receive that power, you are not an ordinary human being. You are a supernatural girl. And what are the ways that you can become a supernatural girl? Firstly, you have to pray. And when you pray, Jesus, the supernatural power, He will help you to overcome all the obstacles that you face in your life. Especially when you feel down, when you find difficulty in your studies, when you don't find peace of yourself, all these times you must pray to God, and Jesus will help you to stand, to overcome all your problems or worries. And secondly, you are invited to take part in the celebration of the Eucharist. And once you receive this supernatural power, you come to the altar and you will proclaim the word of God. That is, when you participate in the Mass, you will get an opportunity to do the readings, to proclaim the word of God to the people.
So that is a power that is given to you now. We are going to receive now. Once you get that power, you will get that opportunity to proclaim the word of God. And thirdly, it is an opportunity for you to lead a life that is according to the will of God. The will of God means obey His commandments. As I told you yesterday, honor your father and mother. Honor your elders. Okay? Honor your father and mother. Honor your elders. If they say tell you to do something, do it for them. Never say no to them, because they are the most important people in your life. So as you're going to receive this supernatural power called Jesus, and He is the power that you are going to receive today. So you are not an ordinary girl. Today you are going to become a supernatural girl, a girl of Jesus girl, to proclaim the word of God, to love Jesus, to proclaim that love in your family and the surrounding areas. സ്നേഹനിറഞ്ഞ മാതാപിതാക്കന്മാരെ, നമ്മുടെ ഏഞ്ചലീന എന്ന ഈ കുർബാന സ്വീകരണത്തിലൂടെ കർത്താവിൻ്റെ മകളായിട്ട് വിളിക്കപ്പെട്ടതിൽ മാമോദീസയിൽ വിളിക്കപ്പെട്ടു. ഇന്ന് ഈ കുഞ്ഞ് കർത്താവിനെ തിരുശരീരമായിട്ട് തിരുരക്തമായിട്ട് സ്വീകരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ കുഞ്ഞിനെ വിശ്വാസത്തിലും കൃപയിലും വളർത്തേണ്ടത്. യേശുനാം പോവുകയാണ്. പൂർണ്ണമായ വിശ്വാസത്തോടും കർത്താവ് തന്നെയാണ് നമ്മുടെ ശക്തിയും. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമായ സൃഷ്ടാവും സർവ്വശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകപിതാവും പിതാവായ ഏകപുത്രനും എല്ലാവരും പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകപുത്രനായ ദൈവം പ്രകാശത്തോടും പ്രകാശവും സത്യത്തോടും സത്യവും സഹോദരന്മാരെ, ഒന്നായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ സ്മരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അർത്ഥനേഷം സമർപ്പിക്കും. എല്ലാ മുഖ്യന്മാരെയും പുരോഹിതരെയും അൽമാരെയും സന്യാസികളെയും ദൈവത്തിന്റെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈശോയെ സ്വീകരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈശോ ചേർന്ന് ജീവിക്കാനുള്ള ഉപാദനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കാരെയും അവരുടെ കുടുംബങ്ങളിലും ഈശോ രാജാവായി വാഴുവാനും അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം വേണ്ടതിലും രോഗികളായി കഴിയുന്നതിലും ഈശോയുടെ കൃപകടാക്ഷം ഉണ്ടാകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും, പ്രത്യേകമായി എൻ്റെ പിതാവിനെയും മറ്റ് കുടുംബക്കാരെയും നിത്യഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ രാജ്യത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നദ്ധിയിൽ പ്രീതികരമായി ഭവിക്കുന്നു. അങ്ങനെ ഞങ്ങളെ യോഗ്യരായ രാജ്യത്തിന്
ധൈര്യപ്പെടാതെ നിങ്ങൾക്ക് ലഭിക്കുമാണ് എന്ന് നാം ജീവിക്കും ആലോചിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളുന്നു. ഞങ്ങൾ അർപ്പിച്ച കാഴ്ച ദ്രവ്യങ്ങൾ വഴി കൗതാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കിലും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ കാണിക്കകൾ പവിത്രമാക്കണം. അതിന് ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലയിൽ പീഠങ്ങൾ സഹിച്ചപ്പോൾ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകും. വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും.
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഇരുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. നിങ്ങൾ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല സഭയുടെ വിശ്വാസത്തിൽ പാർത്തു അങ്ങേക്കുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനം വയ്ക്കുവാൻ കഴിയണം എന്നും ജീവിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളുന്നത്. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുകയും Hope be my anthem, Lord, when the world has fallen quiet, you stand beside me. Give me a song in the night, and Jesus, I need you every moment. I need you here now. This grace for heart sing out your praise forever. Beauty for ashes, you find the weak and contrite heart. Shoulder its burdens. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങേ തിരുകുമാരനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങേ പിറക്കാൻ അങ്ങ് തിരുമനസ്സായത് അങ്ങേ പുത്രന്റെ പ്രസിദ്ധമായ രഹസ്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ വിജ്ഞാനത്തെ വണങ്ങിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഈ ജപമാല കാര്യപൂർവ്വം ആശീർവദിക്കണമേ. ഈ ജപമാല വഴി പ്രാർത്ഥനാരൂപിയിൽ ഞങ്ങളുടെ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Grace that flows like a river, washing over me. Fount of heaven, love of Christ, overflow in me. Thank you, Jesus. You set me free. Christ my Savior,
rescue